സൂറത്തുൽ ബഖറ ലഘുപഠനം ആയത്തുകൾ 159 160. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസ് في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. ഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ യക്തുമൂന അവർ മറച്ചു വെക്കുന്നവർ മാ അൻസൽന നാം അവതരിപ്പിച്ചതിനെ അള്ളാഹു പറയണേ, അതായത് അള്ളാഹു അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ മിനൽ ബയ്യിനാതി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, വ്യക്തമായ തെളിവുകളിൽ നിന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആനാകട്ടെ അതിന് മുമ്പുള്ള വേദങ്ങളാകട്ടെ വ്യക്തമായ തെളിവുകൾ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചത് മറച്ചു വെക്കുക. വൽ ഹുദ മാർഗദർശനത്തിൽ നിന്നും മിൻ ബഅദി മാ ബയ്യന്നാഹു അതിനെ നാം വിവരിച്ച ശേഷം ലിന്നാസി ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഫിൽ കിതാബി അൽ കിതാബിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ. അപ്പോൾ വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി സന്മാർഗവും വ്യക്തമായ തെളിവുകളും അവതരിപ്പിച്ച് ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുത്ത ശേഷം അക്കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ആളുകൾ ഉലൈക അക്കൂട്ടർ യൽഅനുഹുമുല്ലാഹ് അള്ളാഹു അവരെ ശപിക്കുന്നതാണ്, അള്ളാഹു അവരെ ശപിക്കുന്നു. വയൽഅനുഹുമുൽ ലായിനൂൻ ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കുന്നു. തുടർന്ന് പറയണേ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ. ഇല്ലല്ലദീന ഒരു കൂട്ടർ ഒഴികെ താബു അവർ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങി, വഅസ്ലഹു അവർ പ്രവൃത്തി നന്നാക്കുകയും ചെയ്തു, നല്ല പ്രവൃത്തികൾ ചെയ്തു, വബയ്യനു അവർ സത്യം വ്യക്തമാക്കി കൊടുത്തു, വിവരിച്ചു കൊടുക്കുകയും ചെയ്തു ജനങ്ങൾക്ക്. ഫഉലൈക അപ്പോൾ അക്കൂട്ടർ അതൂബു അലൈഹിം അവർക്ക് അവരുടെ പശ്ചാത്താപം തൗബ ഞാൻ സ്വീകരിക്കുന്നതാണ്. വഅന തവ്വാബുർ റഹീം ഞാൻ അത്തവ്വാബാണ്, പശ്ചാത്താപം തൗബ വളരെയധികം സ്വീകരിക്കുന്നവനാണ്, അർ റഹീം കരുണാവാരിധിയും ആണ് എന്ന്. ഇവിടെ പറയുന്നത് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് യഹൂദി നസ്വാറാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ചും ഉള്ള അതുപോലുള്ള മറ്റു വിവരങ്ങളും സത്യങ്ങൾ പലതും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടായിരുന്നതിനെ ജനങ്ങൾക്ക്, അവരുടെ അനുയായികൾക്ക് മറച്ചു വെച്ചു, സത്യം മൂടി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയതായിരുന്നു, അത് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകർ ഖാതമുൻ നബിയീൻ വന്നത് അറബികളിൽ നിന്നായതുകൊണ്ട് അവരിലധിക പേർക്കും അത് സ്വീകരിക്കാൻ വൈമുഖ്യമുണ്ടായി എന്നതാണ് സത്യം. അപ്പോൾ അവരുടെ തന്നെ വേദങ്ങളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലുള്ള സത്യങ്ങളൊക്കെ അവർ ജനങ്ങൾക്ക് മറച്ചു വെച്ചു, ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്തില്ല. അതേ സംബന്ധിച്ചാണ് ഈ പരാമർശം എന്നതാണ് ചില റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് അവരെ സംബന്ധിച്ച് മാത്രമല്ല, വിധി എല്ലാവർക്കും ബാധകമാണ്. ഏത് കാലത്തും സത്യം മൂടിവെക്കുന്നത് അത് ചിലപ്പോൾ സ്വാർത്ഥ ലാഭത്തിന്, ഭൗതിക താല്പര്യത്തിനൊക്കെ വേണ്ടിയായിരിക്കാം. അങ്ങനെ സത്യം മൂടിവെക്കുന്ന ഏത് പണ്ഡിതന്മാർക്കും ഈ വിധി ബാധകമാണ്. അള്ളാഹുവിൻ്റെ ശാപത്തിന് അവർ പാത്രമാകും എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ സുഇല അൻ ഇൽമിൻ ഫകതമഹു ഉൽജിമ യൗമൽ ഖിയാമത്തി ബി ലിജാമിൻ മിന്നാർ. അതായത് മൻ സുഇല അൻ ഇൽമിൻ ഒരു ഇൽമ്, അതായത് ഒരു ആവശ്യമായ ഒരു അറിവിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു ഒരാൾ, ഫകതമഹു എന്നിട്ട് അയാളത് മറച്ചു വെച്ചു. ആരോടാണ് ചോദിച്ചത്? അയാളത് മറച്ചു വെച്ചു. അയാൾക്ക് അറിവുണ്ടായിരിക്കെ. ഉൽജിമ യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ
കടിഞ്ഞാണിടപ്പെടുന്നതാണ് ബി ലിജാമിൻ, ഒരു കടിഞ്ഞാൻ കൊണ്ട്, മിന്നാർ, നരകത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ തീയിൽ നിന്നുള്ള അഗ്നിയാലുള്ള ഒരു കടിഞ്ഞാൻ അത്തരത്തിലുള്ള ഒരു പണ്ഡിതന് അല്ലെങ്കിൽ അറിവാളിക്ക് ചാർത്തപ്പെടും എന്നതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നന്മയായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, ജനങ്ങളുടെ ദീനും ദുനിയാവിനും ഹൈറായിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ, പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ, അവർക്ക് മറ്റു ജീവികൾ വരെ, മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾ പോലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ കാണാം. ഒരു ഹദീസ് ഇങ്ങനെയാണ്: മുഅല്ലിമുൽ ഖൈരി യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈ ഹത്തൽ ഹീതാനു ഫിൽ ബഹർ. മുഅല്ലിമുൽ ഖൈർ, മുഅല്ലിമുൽ ഖൈരി, ഖൈറിനെ പഠിപ്പിക്കുന്നവൻ, നന്മ പഠിപ്പിക്കുന്ന അധ്യാപകൻ, വേണ്ടാത്തതല്ല, നന്മ പഠിപ്പിക്കുന്ന അധ്യാപകൻ, നന്മ പഠിപ്പിക്കുന്ന ആരാകട്ടെ, അങ്ങനെ അവൻ യസ്തഗ്ഫിറു ലഹു, അവന് വേണ്ടി പൊറുക്കലിനെ തേടും, പാപമോചനം തേടും, കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും, ഹത്തൽ ഹീതാനു ഫിൽ ബഹർ, സമുദ്രത്തിലെ മത്സ്യം പോലും, സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ. അപ്പോൾ സത്യസന്ധമായ അറിവ് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന പണ്ഡിതന്മാർ, അങ്ങനെയുള്ള പണ്ഡിതന്മാരെ അള്ളാഹു ശപിക്കും. അവരെ ശപിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അതായത് അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർ അകറ്റപ്പെടും എന്നതാണ്. കൂടാതെ പടപ്പുകളുടെ ശാപത്തിനും അവൻ പാത്രീഭൂതനായേക്കും.